ഭാഗം 3 സ്നേഹിത തുടർന്ന് കേൾക്കുക. സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയ ഇഷാനിയെ കാർത്തിക് താങ്ങി പിടിച്ചു. എന്താണ് സംഭവിച്ചെന്നറിയാതെ കാർത്തിക് ഒരു നിമിഷം നിന്നു. പെട്ടെന്നാണോ തൻ്റെ കൈകളിൽ കിടക്കുന്ന ഇഷാനിയെ കാർത്തിക് കണ്ടത്. മുഖത്തേക്ക് അലസമായി വീണ് കിടക്കുന്ന മുടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. താൻ സ്വപ്നത്തിൽ കാണുന്ന പെൺകുട്ടിയുടെ മുഖഛായ. അവൻ ഞെട്ടലോടെ അവളെ നോക്കി നിന്നുപോയി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. താൻ താഴേക്ക് വീണില്ല എന്നും തന്നെ ആരോ താങ്ങി പിടിച്ചു എന്നും അവൾക്ക് തോന്നി. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സുന്ദരനായ ഇയാൾ ആരാണ്? തന്നെ നോക്കി നിൽക്കുന്ന അയാളുടെ കണ്ണുകൾ തന്നോട് എന്തോ പറയുന്നത് പോലെ ഇഷാനിക്ക് തോന്നി. ആ രംഗം കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ഓഫീസ് സ്റ്റാഫ് ഒന്നും മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി. താഴെ നിന്നും സ്റ്റെപ്പ് കയറി വന്ന ആളുകൾ ഈ രംഗം കണ്ടുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാതെ അവിടെ തന്നെ നിന്നു. എല്ലാവരും കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കി നിന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഇത് ക്രീറ്റ കമ്പനിയുടെ CEO കാർത്തിക് വർമ്മയാണ്. കാർത്തിക് വർമ്മയോ? ഒരാൾ അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ അറിവിൽ കാർത്തിക് വർമ്മ പെണ്ണുങ്ങളോട് ഒരു സോഫ്റ്റ് കോർണറും ഉള്ള ആളല്ല, അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അവരുടെ കൂടെ നിന്ന ആളുകളിൽ ഒരാൾ ആ രംഗം തൻ്റെ ക്യാമറയിൽ പകർത്തി. ഇതൊന്നും കാർത്തിക്കും ഇഷാനിയും അറിയുന്നുണ്ടായിരുന്നില്ല. കാർത്തിക്കിൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഈ കാഴ്ച കണ്ടുകൊണ്ട് പറഞ്ഞു, എന്തൊരു അത്ഭുതം! കാർത്തിക് സാറിൻ്റെ കൈകളിൽ ഒരു പെൺകുട്ടി കിടക്കുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ. മറ്റൊരു സ്റ്റാഫും പറഞ്ഞു, ഇത് അത്ഭുതം എന്നല്ല, മഹാ അത്ഭുതം എന്നാണ് പറയേണ്ടത്. ഓർമ്മയുണ്ടോ ഒരിക്കൽ ശ്രേയ മാഡം നമ്മുടെ ഓഫീസിൽ വന്നത്? അവർ നടന്നു വന്നപ്പോൾ കാൽ വഴുതി വീണത്. അന്ന് സാർ തൊട്ടരികിൽ നിന്നിട്ട് പോലും മേഡത്തെ എഴുന്നേൽപ്പിച്ചില്ല. വേദന കൊണ്ട് കരഞ്ഞ മേഡത്തെ തൊട്ടടുത്ത് നിന്ന സ്റ്റാഫാണ് എഴുന്നേൽപ്പിച്ചത്. ആ സാറാണ് എവിടെ നിന്ന് വന്ന ഒരു പെൺകുട്ടിയെ താഴേക്ക് വീഴാതെ രക്ഷിച്ചത്, കൂടത്തിൽ നിന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞു. പെട്ടെന്നാണ് ഇഷാനിക്ക് മനസ്സിലായത് തന്നെ താങ്ങി പിടിച്ചിരിക്കുന്ന കൈകൾ അയാളുടേതാണെന്ന്. പെട്ടെന്നവൾ കാർത്തിക്കിൻ്റെ കയ്യിൽ നിന്ന് കുതിറിമാറി. സ്വബോധത്തിലേക്ക് വന്ന കാർത്തിക് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവനോട് തന്നെ അവന് പുച്ഛം തോന്നി. പെട്ടെന്ന് സ്റ്റാഫിൻ്റെ നേരെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തു നോക്കി നിൽക്കുക? സ്റ്റാഫ് വേഗം താഴേക്ക് ഇറങ്ങി. കൂടി നിന്നവരെല്ലാം അവിടെ നിന്ന് പോയി. കാർത്തിക് തനിക്ക് പറ്റിയ അബദ്ധം മറച്ചു വെച്ചുകൊണ്ട് ഇഷാനിയെ തുറച്ചു നോക്കി. തൻ്റെ കയ്യിൽ നിന്ന് വീണ സർട്ടിഫിക്കറ്റെല്ലാം എടുത്ത് ഫയലിൽ വെച്ചു. താഴേക്ക് വീണ ഫോൺ എടുത്ത കാർത്തിക് സ്ക്രീനിലേക്ക് നോക്കി. ഫോൺ ആകെ പൊട്ടിയിരിക്കുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു വന്നു. എന്നിട്ട് അവൻ ഇഷാനിയുടെ നേരേക്ക് നോക്കി. നിനക്കൊക്കെ നോക്കി നടന്നുകൂടെ? അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. 10 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ. അതിനായി വേഗത്തിൽ വന്ന എന്നെ വല്ലോടത്തും നോക്കി ഫോണും വിളിച്ചു കൊണ്ടുവന്നത് നിങ്ങളാണ് ഇടിച്ചിട്ടത്. ഇഷാനി തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ സർട്ടിഫിക്കറ്റെല്ലാം എടുത്ത് ഫയലിൽ വെച്ചു. താഴേക്ക് വീണ ഫോൺ എടുത്ത് കാർത്തിക് സ്ക്രീനിലേക്ക് നോക്കി. ഫോൺ ആകെ പൊട്ടിയിരിക്കുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുമന്നു. എന്നിട്ട് അവൻ ഇഷാനിയുടെ അടുത്തേക്ക് വന്നു. നിനക്കൊക്കെ നോക്കി നടന്നുകൂടെ? അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. 10 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ. അതിനായി വേഗത്തിൽ വന്ന എന്നെ വല്ലോടത്തും നോക്കി ഫോൺ വിളിച്ചുകൊണ്ട് വന്ന നിങ്ങളാണ് ഇടിച്ചിട്ടത്. എൻ്റെ ഫോൺ പൊട്ടിച്ചതും പോരാ, എന്നിട്ട് അവൾ എന്നോട് തർക്കുത്തരം പറയുന്നു. കാർത്തിക് ദേഷ്യപ്പെട്ടു. ഈ ഫോണിൻ്റെ വില നിനക്കറിയാമോ? നിന്നെപ്പോലുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഇതുപോലൊരു ഫോൺ. ഓ, നിങ്ങൾ വലിയ പണക്കാരനാണെന്ന് കാണിക്കാനാണ് എന്നോട് നിങ്ങളുടെ ഫോണിൻ്റെ വിലയെപ്പറ്റി പറയുന്നത്? ഇഷാനി പരിഹാസത്തോടെ ചോദിച്ചു. താഴേക്ക് വീഴാൻ പോയ നിന്നെ രക്ഷിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീയൊക്കെ താഴെ വീണ നടുകുണീണമായിരുന്നു. അവളെ പരിഹസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. നീ മനഃപൂർവ്വം ഓടി വന്ന് എന്നെ മുട്ടിയതാണോ എന്ന്. കാരണം നിന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ സ്ഥിരം പരിപാടിയാണ് കണ്ടാൽ കൊള്ളാവുന്നവന്മാരെയും പണക്കാരന്മാരെയും ചാക്കിട്ട് പിടിക്കൽ. ഇതുപോലെ ചില തന്ത്രങ്ങളൊക്കെ കാണിച്ച്. അത് കേട്ടപ്പോൾ ഇഷാനിക്ക് സർവ്വ നിയന്ത്രണം വിട്ടുപോയി. ഷട്ടപ്പ്, കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങളൊരക്ഷരം മിണ്ടിപ്പോരുത്, അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അത്തരത്തിലുള്ള പല പെൺകുട്ടികളെയും കണ്ടിട്ടും ഇടപെട്ടിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ ആ ഗണത്തിൽപ്പെടുത്തരുത്. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലിയ പണക്കാരനാണെന്ന്. എത്ര പണവും വിദ്യാഭ്യാസവും സൗന്ദര്യം ഉണ്ടായാലും കിട്ടാത്ത ഒന്നുണ്ട്. അത് കിട്ടേണ്ടത് നല്ല അച്ഛനമ്മമാരിൽ നിന്നാണ്. അതിൻ്റെ പേരാണ് സംസ്കാരം. അത് നിങ്ങൾക്ക് ഒട്ടുമില്ല. ഇത് കേട്ടപ്പോൾ കാർത്തി എടി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ നിങ്ങൾ അലറുന്നത്? ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്കറിയില്ല. അതിൽ നിന്നും നിങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു.
നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഫോൺ കണ്ടിട്ടുണ്ടോ എന്ന്. ശരിയാണ്, ഞാൻ ആ ഫോൺ കണ്ടിട്ടില്ല. അത് വാങ്ങാനുള്ള പണവും എനിക്കില്ല. രണ്ടാമത്, നിങ്ങൾ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തു. ഒരു സ്ത്രീക്ക് അവൾക്ക് ഏറ്റവും വിലപ്പെട്ട അവളുടെ അഭിമാനമാണ്. അത് ആരുടെ മുന്നിൽ അവൾ പണയം വയ്ക്കില്ല. നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഒരു കോടീശ്വരൻ്റെ മുന്നിലും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. നിങ്ങളെപ്പോലുള്ളവരോട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞ് സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. അവനോട് ഇതുവരെയും മുഖത്ത് നോക്കി ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. താൻ അവളുടെ മുന്നിൽ തോറ്റു പോകുന്നത് പോലെ അവന് തോന്നി. തിരിഞ്ഞ് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയ അവളുടെ കൈകളിൽ കാർത്തിക് ബലമായി പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അവളുടെ കൈകൾ പിറകോട്ട് കെട്ടി. പിടിവലിയിൽ അവളുടെ കയ്യിലിരുന്ന ഫയൽ താഴേക്ക് വീണു. എന്താ ഈ കാണിക്കുന്നേ? എന്നെ വിടൂ, എനിക്ക് വേദനിക്കുന്നു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നീ എളുപ്പത്തിൽ ഡയലോഗ് അടിച്ച് അങ്ങ് പോകണ്ട. ഈ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ നീ എന്നോട് മാപ്പ് ചോദിക്കണം, കാർത്തിക് പറഞ്ഞു. അവളുടെ കയ്യിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മാപ്പ് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കില്ല. മാപ്പ് ചോദിക്കാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ നീ പോകണമെന്ന് എനിക്കും ഒന്ന് കാണണം. അവൻ കൈയിറുക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നീ മാപ്പ് പറയാതെ ഇന്ന് ഞാൻ നിന്നെ വിടില്ല. അഹങ്കാരിയായ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവൻ്റെ മുഖം അവളുടെ കാതുകളോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ വേദന കടിച്ചു പിടിച്ച് സഹിച്ചു. എന്നിട്ടും അവൾ അവനോട് മാപ്പ് പറയാൻ തയ്യാറായില്ല. അവനെ അന്വേഷിച്ച് വന്ന ഓഫീസ് സ്റ്റാഫ് കാണുന്നത് അവളുടെ കൈ പുറകോട്ട് കെട്ടി വിരത്തി പിടിച്ചിരിക്കുന്ന കാർത്തികേയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അവന് അവളോട് സഹതാപം തോന്നി. ദൈവമേ, ഈ സാറിന് എന്താ പറ്റിയത്? വെളുത്ത് തുടുത്തിരുന്ന അവളുടെ കൈകൾ രണ്ടും ചുവന്നു തുടുത്തിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. അവനെ അവൾ ദയനീയമായി ഒന്ന് നോക്കി. അവളുടെ കണ്ണുനീരിൽ അവൻ്റെ മനസ്സലിഞ്ഞില്ല. അവന് അവളോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. അവളെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവൻ താഴേക്ക് പോയി. കരഞ്ഞു കലങ്ങിയ മുഖവുമായി അവൾ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. അവൾ വാച്ചിലേക്ക് നോക്കി. മണി 10:15. ഇൻ്റർവ്യൂ കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഇൻ്റർവ്യൂ ഹാൾ ലക്ഷ്യമായി നീങ്ങി. മോളെ എന്നൊരു വിളി കേട്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്ന ദാസൻ അങ്കിൾ. മോളെ ഇഷാനി, നീ എന്താ വൈകിയത്? താമസിച്ചു പോയി ദാസൻ അങ്കിൾ. മോളെ, ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാറിന് നേരത്തെ പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് സാർ പോയി. അവളുടെ കരഞ്ഞ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ദാസൻ അങ്കിൾ ചോദിച്ചു. എന്താ മോളെ കരഞ്ഞത്? ഇൻ്റർവ്യൂവിന് വരാൻ പറ്റാത്തത് കൊണ്ടാണോ? സാരമില്ല, ഞാൻ മോളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല അങ്കിളെ, എനിക്ക് തല വേദനിച്ചിട്ടാണ്. അവൾ ഒരു കള്ളം പറഞ്ഞു. ഞാൻ പോകുന്നു അങ്കിൾ. അവൾ തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നതും നോക്കി ദാസ് സാർ പറഞ്ഞു, പാവം കുട്ടി. വീട്ടിലെത്തിയ ഇഷാനിയെ കണ്ട് പ്രിയ ചോദിച്ചു, ആഹാ, ഇൻ്റർവ്യൂ കഴിഞ്ഞോ? ഉദ്യോഗസ്ഥ എത്തിയല്ലോ, എന്നാൽ ജോയിൻ ചെയ്യേണ്ട? പ്രിയ കളിയായി അവളോട് ചോദിച്ചു. പെട്ടെന്ന് അവൾ മനസ്സിലൊതുക്കി വെച്ച കണ്ണുനീരെല്ലാം പുറത്തേക്ക് വന്നു. അവൾ വിരുമ്പിക്കരഞ്ഞു. അത് കണ്ട് പ്രിയ ഒന്നും മനസ്സിലാകാതെ അവളോട് ചോദിച്ചു, എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്നോട് തുറന്നു പറ, എന്താ? പ്രിയ ആകാംക്ഷയോടെ ചോദിച്ചു. പ്രിയയുടെ തുടർന്നുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ആവശ്യമാണ്.